മാർച്ച് 8 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ ഫിലോമിന, വിശുദ്ധ ആര്യനും തെയോട്ടിക്കോസും, വിശുദ്ധ അപ്പോളോണിയസ്, വിശുദ്ധ ബെയോആദ്, വിശുദ്ധ സിറിൽ, വിശുദ്ധ റൊഗാത്തൂസ്, വിശുദ്ധ ഫെലിക്സ്, വിശുദ്ധ ബെയാത്ത, വിശുദ്ധ ഹെറേനിയ, വിശുദ്ധ ഫെലിച്ചിത്താസ്, വിശുദ്ധ സിൽവാനൂസ്, വിശുദ്ധ ഉർബൻ, വിശുദ്ധ മാമില്ലൂസ്, വിശുദ്ധ ബുധാക്. ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്നാൻ 1495-1550 കാലഘട്ടത്തിലാണ് വിശുദ്ധ യോഹന്നാൻ ജീവിച്ചിരുന്നത്. പോർച്ചുഗലിൽ എത്രയും ദരിദ്രമായ ഒരു കുടുംബത്തിൽ ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്ന് യോഹന്നാൻ ജനിച്ചു. കാസ്റ്റീലിൽ ഒരു പ്രഭുവിൻ്റെ കീഴിൽ ഒരു ആട്ടിടയൻ്റെ ജോലിയാണ് യോഹന്നാന് ലഭിച്ചത്. 1522 പ്രഭുവിൻ്റെ കാലാൾപ്പടയിൽ ചേർന്ന് ഫ്രഞ്ചുകാരും സ്പെയിൻകാരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ പങ്കെടുത്തു. ഹംഗറി ടർക്കിക്കെതിരായി നടത്തിയ യുദ്ധത്തിലും അദ്ദേഹം ഭാഗഭാക്കായി. അശുദ്ധ സമ്പർക്കത്താൽ ദൈവത്തെ ദ്രോഹിക്കുന്നതിലുണ്ടായിരുന്ന ഭയം അദ്ദേഹത്തെ നഷ്ടപ്പെടുത്തി. യുദ്ധം കഴിഞ്ഞ് സൈന്യത്തെ പിരിച്ചുവിട്ടപ്പോൾ സെവീലിൽ ഒരു പ്രഭുവിൻ്റെ കീഴിൽ ആട്ടിടയനായി. അന്ന് 40 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഇക്കാലത്ത് തൻ്റെ ഭൂതകാല ജീവിതത്തിലെ തെറ്റുകളെപ്പറ്റി ഓർത്ത് അദ്ദേഹത്തിന് സങ്കടം തോന്നി. രാവും പകലും പ്രാർത്ഥനയിലും ആശാനിഗ്രഹങ്ങളിലും ചെലവഴിച്ചു. ഇതുകൊണ്ട് തൃപ്തിപ്പെടാതെ അവശ്യ സേവനത്തെ ലക്ഷ്യമാക്കി ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു. ജിബ്രാൾട്ടാറിൽ വെച്ച് ഒരു കുടുംബം കഷ്ടപ്പെടുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം അവിടെ താമസിച്ച് കൂലിപ്പണി ചെയ്ത് ആ കുടുംബത്തെ സംരക്ഷിച്ചു. പിന്നീട് അദ്ദേഹം ഒരു പുസ്തക വിൽപ്പനശാല തുടങ്ങി. അക്കാലത്ത് ഗ്രാനഡായിൽ വെച്ച് ആവിലയിലെ വിശുദ്ധ യോഹന്നാൻ്റെ ഒരു പ്രസംഗം കേട്ടപ്പോൾ അനുതാപഭരിതനായി ദേവാലയത്തിൽ വെച്ച് തന്നെ ഉറക്കെ നിലവിളിക്കാനിടയായി. ഭ്രാന്തനെ പോലെ തെരുവീതിയിൽ കൂടെ നടന്ന് പാപപരിഹാരം ചെയ്തുകൊണ്ടിരുന്നു. ആവിലയിലെ വിശുദ്ധ യോഹന്നാൻ്റെ അടുക്കൽ അദ്ദേഹം ഒരു മുഴുവൻ കുമ്പസാരം നടത്തി. അന്ന് അദ്ദേഹത്തിന് 43 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് കരുതി ജനങ്ങൾ അദ്ദേഹത്തെ ഭ്രാന്താലയത്തിൽ താമസിപ്പിച്ചു. ഭ്രാന്താലയത്തിൽ അദ്ദേഹം രോഗികളെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. ഭ്രാന്താലയത്തിൽ നിന്ന് പോന്ന ശേഷം വിറക് വിൽപ്പന ആരംഭിക്കുകയും ലാഭം കൊണ്ടൊരു വാടക കെട്ടിടത്തിൽ അഗതികളെ സംരക്ഷിക്കുകയും ചെയ്തു പോന്നു. അങ്ങനെ 1540 ഉപവീത സഭ സ്ഥാപിക്കുവാനും ദരിദ്രമന്ദിരം സ്ഥിരമായി നടത്തുവാനും കഴിഞ്ഞു. സഭയുടെ നിയമങ്ങൾ എഴുതിയതും ഔദ്യോഗികമായി സ്ഥാപനം നടത്തിയതും അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ്. പ്രഥമ അംഗങ്ങൾ 1570 മാത്രമാണ് വ്രതങ്ങൾ സ്വീകരിച്ചത്. സാധു സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനയ്ക്കും പ്രായച്ചിത്തത്തിനും കുറവ് വരുത്തിയില്ല. സാധു മന്ദിരങ്ങളിലുള്ളവരെ മാത്രമല്ല, സ്വഭവനങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരെയും അദ്ദേഹം സഹായിച്ചു കൊണ്ടിരുന്നു. തൻ്റെ ആശുപത്രിക്ക് തീപിടിച്ചപ്പോൾ അദ്ദേഹം തീയിൽ കൂടെ കടന്നു ചെന്ന് രോഗികളെ തോളിൽ വഹിച്ച് രക്ഷപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ശരീരം പൊള്ളിയില്ല. കഠിനമായ അധ്വാനത്താൽ ക്ഷീണിതനായി യോഹന്നാൻ 55-ാമത്തെ വയസ്സിൽ നിര്യാതനായി. 1690 9-ാം അലക്സാണ്ടർ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു. ഇന്നേ ദിവസം നമുക്ക് ഇങ്ങനെ വിചിന്തനം ചെയ്യാം: എളിമയും ഉപവിയുമായിരുന്നു യോഹന്നാൻ്റെ വിശുദ്ധിയുടെ നിദാനം. സഹോദരരെ, നിങ്ങൾക്കിപ്പോൾ സമയമുണ്ട്. കഴിവനുസരിച്ച് എല്ലാവരും സദാ നന്മ ചെയ്യുക എന്നാണ് തൻ്റെ ശിഷ്യഗണത്തെ യോഹന്നാൻ ഉദ്ബോധിപ്പിച്ചിരുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്നാനെ പോലെ നമുക്കും എളിമയുടെ പാതയിലൂടെ സ്വർഗത്തിലേക്ക് എത്തുവാൻ ശ്രമിക്കാം. ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്നാനെ ലോകത്തുള്ള എല്ലാ പാപികൾക്കും വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.